എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രോണുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഡ്രോണുകൾ ഒരു പുതിയ സംഭവമല്ല. ഇന്നത്തെ കാലത്ത് ഡ്രോണുകൾ പല മേഖലയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സിനിമാ മേഖലയിൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ ഫോട്ടോഗ്രാഫിക്ക്, അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനൊക്കെ ധാരാളം ഡ്രോണുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഡ്രോണുകൾ ഈ പൈപ്പ് ലൈൻ്റെ ഇൻസ്പെക്ഷന്, മൈനിങ്ങിൻ്റെ ഇൻസ്പെക്ഷന്, ഫർണസിൻ്റെ ഇൻസ്പെക്ഷന് തുടങ്ങിയ മേഖലയ്ക്ക്, സർവൈലൻസ്, ചെന്നൈയിലെ പോലീസ് അക്കാഡമിയിൽ പോലും പോലീസിൻ്റെ ഒരു സെപ്പറേറ്റ് ഡ്രോൺ വിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ മേഖലയിലൊക്കെ ഡ്രോണുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്ന മറ്റൊരു മേഖലയാണ് കാർഷിക മേഖലയിൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർഷിക ഡ്രോണുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എൻ്റെ പുറകിൽ എന്താണ് ഇരിക്കുന്നത്. ഇതൊരു ഹൈഡ്രോഫോണിക്സ് യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ലെറ്റ്യൂസൊക്കെ കായ്ച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്ത് തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. കാർഷിക ഡ്രോണുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഡ്രോണുകളുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ മരുന്ന് അടിക്കാനായിട്ട്, നമുക്ക് കീടനാശിനികളെ തെളിക്കാനായിട്ടാണ് ഡ്രോണ് ഇപ്പോഴത്തെ ഒരു ഉപയോഗമായിട്ട് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചില കീടനാശികളൊക്കെ മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കും, അതുപോലെ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ മനുഷ്യൻ നേരിട്ട് ഉപയോഗിക്കാണ്ട് തന്നെ ഡ്രോണുകൾ വഴി ഇവ തെളിക്കുമ്പോൾ പരമാവധി ഇത്തരത്തിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത് സമയമാണ്. സാധാരണ ഒരു ഏക്കറൊക്കെ നമ്മൾ മരുന്ന് തെളിക്കാനായിട്ടാണെങ്കിൽ 1 മണിക്കൂറിന് മുകളിൽ വേണ്ടത്. പക്ഷേ ഡ്രോൺ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ മരുന്ന് തെളിക്കാവുന്നതാണ്. അപ്പോൾ ഡ്രോൺ ഇതിൻ്റെ ഏരിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോൺ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മരുന്ന് തെളിക്കാൻ പറ്റും. പിന്നെ അതൊരു അഡ്വാൻസ്ഡ് ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ വലിയൊരു ഏരിയ, ഒരു വലിയൊരു എസ്റ്റേറ്റൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഇലകൾക്ക് മേലെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു കുത്തൽ പോലത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രോണുകൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രോൺ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രോണുകൾ ആൾറെഡി ഇൻ്റഗ്രേറ്റഡ് AI ടെക്നോളജി വെച്ചിട്ട് എന്താണ് ഈ അസുഖം എന്നൊക്കെ ഡ്രോണുകൾ കണ്ടെത്തുകയും ഇതിന് വേണ്ടപ്പെട്ട മരുന്നുകൾ, കീടനാശികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് ഡ്രോണുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡ്രോണുകളുടെ ഒരു ഉപയോഗം. അതുകൂടാതെ തന്നെ വലിയ തോട്ടങ്ങളിലൊക്കെ നമുക്ക് ചില ഭാഗങ്ങളിൽ അസുഖം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും തോട്ടം മൊത്തം മരുന്ന് തെളിക്കേണ്ട ആവശ്യം വരും. പക്ഷേ ഈ ഡ്രോണുകളാകുമ്പോൾ ഈ സ്പെസിഫിക് സ്പോട്ടിൽ പോയിട്ട് തന്നെ നമുക്ക് മരുന്ന് തെളിക്കാൻ സാധിക്കുന്ന ഡ്രോണിൻ്റെ ഒരു ഉപയോഗം. ഇത് കൂടാണ്ട് തന്നെ നമ്മളുടെ വിത്തുകൾ നടാനായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീൻ കട്ടികൾ തന്നെ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഇടാനൊക്കെ ഡ്രോണുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ സോയിൽ ടെസ്റ്റിങ്, സോയിൽ പ്രോബിങ്, സോയിലിൻ്റെ ഈർപ്പം അളയ്ക്കാനായിട്ടൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വലിയൊരു എക്സ്റ്റെൻറ്റിൻ്റെ മാപ്പിംഗ്, സർവേ നടത്താനായിട്ട്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാർഷിക മേഖലയിലുള്ള ഉപയോഗം. ഇത് കൂടാണ്ട് നമ്മളെ ഈ കന്നുകാലികളുടെ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ചെമ്മരിയാടിൻ്റെ ഒക്കെ വലിയ വലിയ കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു ആട്ടിടീനൊക്കെ വേണ്ട. ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഡ്രോൺ വഴി തന്നെ നിയന്ത്രിക്കാം. അപ്പോൾ ഒരു ഡ്രോൺ പരത്തിയിട്ട് നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാർഷിക ഡ്രോണുകളുടെ ഉപയോഗം. बैटरी ओनर இது லித்தியம் பாலிமர் பேட்டரி. மோஸ்ட்லி உங்களுக்கு 10 மினிட்ஸ் வரைக்கும் ப்ளே பண்ணும். 8 to 10 மினிட்ஸ் வரைக்கும் ப்ளே பண்ணும். ഇനി ഒരു ഡ്രോണുകളുടെ കപ്പാസിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡ്രോണിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്റർ തൊട്ട് 10 ലിറ്ററാണ്. അത് ഓരോ കമ്പനി അനുസരിച്ച് മാറിയിരിക്കും. അപ്പോൾ 10 ലിറ്റർ കപ്പാസിറ്റി വരെയുള്ള ഡ്രോണുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേലോഡ് എന്ന് പറയുന്നത് ഒരു 8 ലിറ്റർ വരെ ഇതിന് താങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡ്രോണുകളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലിത്യം അയോൺ ബാറ്ററികളാണ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 22,000 mAh ലിത്യം ബാറ്ററികളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് ഫ്ലൈറ്റ് ടൈം കിട്ടും. അപ്പോൾ പലപ്പോഴും ഡ്രോൺ കമ്പനികൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററീസ് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇതിന് ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് അടുത്ത ചാർജ് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഡ്രോണുകളുടെ ഒരു സ്പെസിഫിക്കേഷൻസ്. ഇനി എൻ്റെ സ്പ്രിംഗ്ലറിൻ്റെയും നോസിലിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്താൽ അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഡ്രോൺ കമ്പനികൾ എന്ന് പറയുന്നത് ഗരുഡ എയറോസ്പേസ് ഉണ്ട്, അതുപോലെ മാരുത് ഡ്രോൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡ്രോൺ കമ്പനികൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡ്രോൺ വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികൾ DGCA എന്ന് പറയും. ഇതാണ് ഡ്രോണുകളുടെ റെഗുലേറ്ററി അതോറിറ്റി, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGCA. ഈ കമ്പനികളിൽ ഈ DGCAയിൽ ഈ കമ്പനികൾ വൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങിക്കുന്ന ഡ്രോണുകൾക്ക് അപ്രൂവലുള്ളൂ. ഇനി ഒരു ഡ്രോൺ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ഡ്രോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് ആദ്യം രജിസ്റ്റർ ചെയ്യണം.
യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ DGCയിൽ പോയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണം. ഫോം D2 എന്നാണ് പറയുന്നത്. ഇനി ഈ D2 രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോൺ ഒരാൾ പറത്തണമെങ്കിൽ പ്രധാനമായിട്ടും പൈലറ്റ് ലൈസൻസ് വേണം. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പൈലറ്റ് ലൈസൻസ് എടുക്കാനായിട്ട് കുറച്ച് കടമ്പകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. രണ്ടാമത് ആൾക്ക് 18 വയസ്സ് കഴിയണം. 65 വയസ്സിനിടയിലായിരിക്കണം പ്രായം. പിന്നെ പാസ്പോർട്ട് വേണം. ഈ ഒരു പോലീസ് എൻക്വയറി ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പൈലറ്റ് ട്രെയിനിങ് നൽകുന്ന കുറേ സ്ഥാപനങ്ങൾ, ഗരുഡ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഒരു ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 5 ദിവസം തൊട്ടിട്ട് 12 ദിവസം വരെയാണ് ട്രെയിനിങ് ഉണ്ടാവുക. ഒരു 25,000 മുതൽ 30,000 വരെ പൈലറ്റ് ലൈസൻസ് എടുക്കാനായിട്ട് പല കമ്പനികളും പല രീതിക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൈലറ്റ് ലൈസൻസ് എടുക്കണം. അത് പൈലറ്റ് ലൈസൻസിന് ഫോം D4 എന്നാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈലറ്റ് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഡ്രോണുകൾ പറത്താനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങളിപ്പം ഈ രജിസ്റ്റർ ചെയ്ത ഡ്രോണുകളും, അപ്പോൾ സാധാരണ 250 ഗ്രാമിന് മേലുള്ള ഡ്രോണുകളൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രോൺ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, പൈലറ്റ് ലൈസൻസ് ഒക്കെ എടുത്തു. ഇനി അടുത്തത് എന്താണ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എന്തായാലും ഡ്രോണുകൾ ഇൻഷുറൻസ് നിർബന്ധമാണ്. നമ്മൾ സാധാരണ വണ്ടികളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇൻഷുർ ചെയ്യുന്ന പോലെ തന്നെ ഡ്രോണുകൾ ഇൻഷുർ ചെയ്യണം. കാരണം ഒരു ഡ്രോണ് പോയി ഒരാളുടെ ഇടുക്കുകയോ തലയിലൊക്കെ സംഭവിക്കുകയോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പം ICC ലൊംബാർഡ് അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് ഒക്കെ ഡ്രോണുകൾക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 30,000 മുതൽ ഒരു 35-40,000 വരെയാണ് പ്രീമിയം ചാർജ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കുള്ള പ്രീമിയം ഡ്രോണുകൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻഷുറൻസും ഡ്രോണുകൾക്ക് എടുക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളൊരു ഡ്രോൺ വാങ്ങാൻ തീരുമാനിച്ചു ഒക്കെ ചെയ്തു. ഈ ഡ്രോണുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ ബാങ്കിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ബാങ്ക് വായ്പ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഗവൺമെൻറ് സബ്സിഡികൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും കാർഷിക അടിസ്ഥാന സൗകര്യ നിധി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്കീമിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3% പലിശയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പല ബാങ്കുകളും 9% പലിശയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 3% സർക്കാരിൻ്റെ പലിശയിൽ ഇളവ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6% നിങ്ങൾക്ക് വായ്പ കിട്ടുന്നതായിരിക്കും. ഇത് കൂടാണ്ട് SMAM എന്നൊരു സ്കീമുണ്ട്. ഈ സ്കീമിൻ്റെ അകത്ത് നിങ്ങൾക്ക് മറ്റേ സബ്സിഡിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സബ്സിഡിയുടെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ FPO പോലത്തെ സംഘടനകൾക്കാണെങ്കിൽ 70% സബ്സിഡി കിട്ടും. മാക്സിമം 7 ലക്ഷം. നിങ്ങളൊരു സ്മോൾ മാർജിനൽ ഫാം 5 ഏക്കറിന് ചോടുള്ള കർഷകനാണ്, അതുപോലെ SC ST വിഭാഗക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 50% സബ്സിഡി കിട്ടും. അതായത് മാക്സിമം 5 ലക്ഷം വരെ കിട്ടും. ഇനി സാധാരണ കർഷകർക്കാണെങ്കിൽ അവർക്ക് 40% സബ്സിഡി കിട്ടും. മാക്സിമം സീറ്റ് 4 lakhs. നിങ്ങളൊരു ലോണ് ബാങ്കുകൾക്ക് അപേക്ഷിക്കുമ്പോൾ AF സ്കീമും SMAM സ്കീമിലും നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ആ സ്കീമിൽ വേണം നിങ്ങൾ ബാങ്കിൽ ലോൺ അപേക്ഷിക്കേണ്ടത്. ഇനി നിങ്ങൾ ഡ്രോൺ വാങ്ങിച്ചു, നിങ്ങൾ പറത്തുന്നതിന് മുമ്പായിട്ട് ഡ്രോൺ പറത്തേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഫാമേഴ്സ് വെൽഫെയർ പുറത്തിറക്കിയ ഒരു പ്രൊസീജിയറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്കിൽ നമ്മുടെ വീഡിയോ ലിങ്കിന് കൂടെ ചേർക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ഡ്രോണുകൾ എല്ലാ സ്ഥലത്തും പറത്താൻ പാടില്ല. നോ ഫ്ലൈ ഏരിയ എന്ന് പറയുന്ന ചില ഭാഗങ്ങളിൽ അവിടെ നമുക്ക് പറത്താൻ പാടില്ല. ഗ്രീൻ സോണുകൾ മാത്രമേ പറത്താൻ പാടുള്ളൂ. പിന്നെ തേനീച്ചകളുടെ മൂവ്മെൻറ്റുള്ള ഏരിയയിൽ നമുക്ക് ഡ്രോൺ പറത്താൻ പാടില്ല. വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി 100 മീറ്റർ അകലെ നിന്ന് ഡ്രോണുകൾ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ ഡ്രോൺ ഓടിക്കുന്ന പൈലറ്റ് മദ്യപിച്ചുകൊണ്ട് ഡ്രോൺ പറത്താൻ പാടില്ല. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഡ്രോണുകളിൽ. അത് നിങ്ങളൊന്ന് വായിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാണ്ട് തന്നെ നമ്മൾ മരുന്ന് ഇൻസെക്ടിസൈഡ് നമ്മുടെ കീടനാശിനി തളിക്കുന്നതിൽ ഓരോ ചെടികൾക്കും ഓരോ വ്യത്യസ്തമായ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. കാരണം നമ്മൾ മാനുവലി സ്പ്രേ ചെയ്യുന്ന പോലെയല്ല ഡ്രോണുകൾ വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഉള്ളത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ചെടിക്കുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയറും പറയുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രോണുകൾ വഴി ഇൻസെക്ടിസൈഡുകൾ അല്ലെങ്കിൽ കീടനാശിനികളൊക്കെ തളിക്കാനായിട്ട്. ഇനി ഒരു ഡ്രോൺ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ കൃഷിസ്ഥലമുള്ളവർക്ക് ഇത് ലാഭകരമായിരിക്കില്ല. കാരണം ഒരു ട്രാക്ടർ വാങ്ങിക്കുന്ന പോലത്തേനാണ്. അപ്പോൾ നിങ്ങളൊരു ചെറിയ കർഷകനാണ്, ചെറിയ കുഞ്ഞിടങ്ങളുള്ള കർഷകനാണെങ്കിൽ ഇതിനെ വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊഫഷനും കൂടി വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം, സ്വന്തം യൂസിനും ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം മോഡലിലേക്ക് ചെറിയ കർഷകർ മുതലാവുള്ളൂ. വലിയ കർഷകർ ഇപ്പോൾ ഒരു 10 ഏക്കറിന് മുകളിലുള്ള വലിയൊരു കർഷകനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ മരുന്ന് കളിക്കാനൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നുള്ളൂ. ഇത് ഒരുപാട് ട്രെയിനിങ്ങും പൈലറ്റ് ലൈസൻസൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ വലിയ പ്ലാന്റേഷൻസിൻ്റെ കാണും കുറച്ചും കൂടി പ്രോഫിറ്റബിൾ. അപ്പോൾ നിങ്ങൾ ഡ്രോണുകൾ മേടിക്കുമ്പോൾ ഇത്രത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോൺ കമ്പനികൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് കാണാൻ ഞാൻ കണക്ട് ചെയ്ത് തരാം. ഗരുഡ പോലത്തെ കമ്പനികൾ ഞാൻ പോയിട്ട് അവരുടെ ഫാക്ടറിയിലൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി അവർ അറിയാവുന്നതാണ്.
അപ്പം ഡ്രോണുകളെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും കാർഷിക ഡ്രോണുകളെ കുറിച്ചിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരെ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യാം. നമ്മുടെ ലെറ്റ്യൂസിൻ്റെ വീഡിയോ കണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ബൈ ബൈ.